ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ANVIYA കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ബജ്ജിയാണ്. ഉരുളക്കിഴങ്ങ് ബജ്ജി ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഇതിലേക്ക് ഉരുളക്കിഴങ്ങാണ് ആവശ്യം. ഞാൻ അരിഞ്ഞത് കത്തി കൊണ്ടായ കാരണം ചിലതൊക്കെ കനം കൂടി കനം കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം കനം കുറഞ്ഞ് തന്നെ അരിയാൻ ശ്രമിക്കാം. പിന്നെ ആവശ്യത്തിന് കായംപൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, ആവശ്യത്തിന് മുളക് പൊടി, മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കടലമാവിലാണിത് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി, വെള്ളം. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടലമാവ് ഇടാം. നമുക്കതിലേക്ക് അരിപ്പൊടി ചേർക്കാം. ഇനി കുറച്ച് മൈദപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായംപൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെള്ളമാണ്. കുഴമ്പ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പേസ്റ്റ് രൂപമായിട്ട് നമുക്കിത് കിട്ടണം. അതിലേക്ക് ആവശ്യമായിട്ട് വെള്ളം ഒഴിക്കാം. ഇതുപോലെ ഒരു പേസ്റ്റ് രൂപമായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല മിക്സായിട്ട് ഈ ഒരു പരിവാണ് വേണ്ടത്. നമുക്കിനി ഇത് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഉരുളക്കിഴങ്ങ് ആ പേസ്റ്റിലേക്ക് ഇട്ടിട്ട് രണ്ട് വശമൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. രണ്ട് വശം നല്ല പോലെ ആക്കുക. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം. തീ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ നന്നായി ഉള്ളൊക്കെ വെന്ത് കിട്ടും. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പൊട്ടറ്റോ ബജി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.